ഹലോ, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഒന്ന് നടക്കാമെന്നൊക്കെ വിചാരിച്ചു. മഴ വരുന്നുണ്ട്. അതിൻ്റെ മുമ്പ് കുറച്ച് നേരം മുറ്റത്ത് കൂടെ ഇങ്ങനെ നടക്കുക വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഉമ്മച്ചിയും കുട്ടികളും എല്ലാവരും മുറ്റത്തുണ്ടായിരുന്നു. ഓരോരോ പണികളായിരുന്നു അവർക്ക്. പിന്നെ നീര് നല്ല ഉണ്ട് കേട്ടോ. നീര് ഇനിയിപ്പോൾ പ്രസവം കഴിഞ്ഞാലൊക്കെ മാറലുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പിന്നെ നല്ല വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മച്ചിയും കുട്ടും എൻ്റെ പട്ടയും വിറകൊക്കെ എടുത്തിട്ട് വരുന്നത്. പിന്നെ മഴ വരാനായില്ലേ, മഴ വരാൻ നോക്കുന്നുണ്ട്, നല്ല മൂടലുണ്ട് ആകാശത്തൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്തൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെന്താ, ഇത് നമ്മൾ മുറ്റത്തുണ്ടായ പേരക്കന്മാരാണ്. ഇത് താനുണ്ടായതാണ്. അപ്പോൾ പിന്നെ വെട്ടിയില്ല. വെറുതെ ഒരു കായെങ്കിലും ഉണ്ടായി കാണാനൊരിഷ്ടം. ഈ കുരങ്ങന്മാരുള്ളതുകൊണ്ടൊന്നും വെക്കൊന്നുമില്ല, പക്ഷെ ഒരു രസത്തിന് അവിടെ വെച്ചതാട്ടോ. നല്ല ഭംഗി, അങ്ങനെ മുറ്റത്ത് കാണുമ്പോൾ ഒരു ഭംഗിയായതുകൊണ്ട്. കുറേ ചെടികളൊക്കെ ഉണ്ടായിന്. അപ്പോൾ ചെടി നോക്കാത്തത് കൊണ്ട് ഒക്കെ പോയി കിടക്കുകയാണ്. പിന്നെ നല്ല നല്ല ഇലച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മത്തൻ്റെ വള്ളി ഇതാ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ വേറെന്താ, വേറെ അതാ മോനിതാ വിറക് വെട്ടണ്. ഒരു പാള വെച്ചിട്ട് പാള കൊണ്ടുവന്നിട്ട് വെട്ടിയെടുക്കുകയാണ് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഉമ്മച്ചി ചെയ്യുന്ന കണ്ടിട്ട് ഇങ്ങനെ ഓനും ചെയ്ത് പഠിക്കുകയാണ്. ഇത് വീടിൻ്റെ സൈഡ് വശാട്ടോ. അവിടെ മണ്ണ് നല്ല ഇടിഞ്ഞൊരു സ്ഥലമാണ്, നല്ല ഇടിയുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫാഷൻ ബോർഡിൻ്റെ വള്ളി ഒറ്റയ്ക്കന്നെ ഉണ്ടായതാണ്. എല്ലാം ഇവരിങ്ങനെ തിന്നിട്ട്, നമ്മളിങ്ങനെ തിന്നിട്ട് വിത്തൊക്കെ എറിയുന്ന അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ പിന്നെ വെട്ടിയില്ല. നല്ല മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. മേലെ തറവാട് വീടാണ്. അപ്പോൾ തറവാടിൻ്റെ മുറ്റത്തിൻ്റെ സൈഡ് ഇങ്ങനെ ഇടിഞ്ഞിട്ട് നല്ല മണ്ണ് വീണിട്ടുണ്ട്. അന്നത്തെ മഴക്ക് വീണതാണ്. അപ്പോൾ എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. ഞങ്ങൾ അപ്പുറത്തെ സൈഡ് കെട്ടാനുണ്ട്. അപ്പോൾ അത് കെട്ടി കഴിഞ്ഞിട്ട് ഈ മണ്ണ് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ വെച്ചതാണ്. പിന്നെ ഇത് ടുട്ടൂനന്ന് ബർത്ത്ഡേക്ക് പിന്നെ എൻ്റെ മാമൻ കൊണ്ടു കൊടുത്ത പ്രാവുകളാണ് 3 അപ്പോൾ ഞങ്ങളിത് കുറച്ച് ദിവസം അകത്ത് വെച്ച്, കൂടെ സ്റ്റെപ്പിൻ്റെ മേലെ വെച്ച്. അപ്പോൾ നല്ല സ്മെല്ല് വരാൻ തുടങ്ങി. അതിൻ്റെ അപ്പിയൊക്കെ വെക്കാൻ അടിയിലൊരു പാത്രം ഉണ്ട്. എന്നാലും എന്താ പറയുക, സ്മെല്ലുണ്ട്. നമ്മൾ ഡെയിലി കൊണ്ടുപോയി കളഞ്ഞാലും നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്ത് ജനലിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ കുരങ്ങന്മാർ ശല്യമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗോതമ്പ് ഇട്ടിട്ട് കുരങ്ങന്മാർ ഇങ്ങനെ വരും. ഇതാണെന്ന് ജുബിത്താത്ത കൊടുത്തുവിട്ട പൂച്ചക്കുട്ടിട്ടാ. നല്ല അതിന് പൊതുവേ വന്നപ്പോൾ തന്നെ നല്ല ഇണക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല കുറച്ചും കൂടെ ഒന്ന് ഇണങ്ങി സൂപ്പറായിക്കണേ. പിന്നെ ആ ഓറഞ്ച് പൂച്ച, പിന്നെ അവിടെ ഒരു തള്ളപ്പൂച്ച ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ കുട്ടിയാണ്. അപ്പോൾ തള്ളപ്പൂച്ച ചത്തുപോയപ്പോൾ പിന്നെ ഒറ്റക്കായിപ്പോയിരുന്നു. അപ്പോൾ ഈ പൂച്ചക്കുട്ടി വന്നപ്പം മൂപ്പര് രണ്ടാളും ഭയങ്കര കൂട്ടായി, നല്ല ഉഷാറായിട്ടാണ്. പിന്നെ ഞാൻ മുറ്റത്ത് നിന്ന് ഇങ്ങനെ അയൽവാസീൻ്റെ മുറ്റത്താണ് പോയത്. അവിടെ ചാമ്പക്കന്മാരുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവിടെ പോയി ചാമ്പക്കെല്ലാം പറിച്ചുകൊണ്ട് വരും. പിന്നെ നല്ല രസമാണ്. എന്താ പറയുക, കിട്ടുമൊന്നുമില്ല. കുരങ്ങന്മാർ 2 ദിവസമായിട്ട് വരാത്തത് കൊണ്ട് കിട്ടിയതാട്ടോ. അല്ലെങ്കിൽ അവർ തിന്നിട്ടില്ലെങ്കിലും തൊഴിച്ചിട്ട് നിലത്തെങ്കിലും ഇടും. നമുക്ക് തിന്നാൻ കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഉപ്പും മുളക് കൂട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറിച്ച് തിന്നലൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പച്ചക്കെങ്കിലും തിന്നും. സമയത്ത് നമുക്ക് എങ്ങനെ തിന്നുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണല്ലോ. പിന്നെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, ചള്ളാണ്, അധികം മൂത്തിട്ടൊന്നുമില്ല. പിന്നെ ഇതാണ് ഓരോ പേരട്ടോ. ഞങ്ങൾ അയൽവാസിൻ്റെ വീടാണ്. നല്ല ചെടികളൊക്കെ ഉണ്ട്. ഇലച്ചെടികളും റോസാ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലും കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. അതന്നെ അവർക്കും വയ്യാതായപ്പോൾ അങ്ങനെ നോട്ടം കുറഞ്ഞു പോയി. അങ്ങനെയാണ്. പിന്നെ ഒരു മാവുണ്ട്, അവിടെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ പോയി പെറുക്കിക്കൊണ്ട്. അപ്പം ഞങ്ങൾ വെച്ചത് മുളകിട്ടിട്ട് തിന്നാന്നൊക്കെ വിചാരിച്ച് നേരെ പുരയ്ക്ക് പോയിട്ട് അത് എടുത്തിട്ട്. ഇത് മോൻ്റെ കോളാട്ടാ. മോനക്ക് അന്ന് ഉണ്ടാക്കി കൊടുത്ത കോള. ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. ഒക്കെ ഗപ്പീസാണ്. ഗപ്പീസ് കുഞ്ഞു കുട്ടികളുണ്ട്. ഒരു ഓറഞ്ച് വാലുള്ളത്, ഒരു നീല വാലുള്ളത്, അങ്ങനെ കുറച്ച് വലുതും ബാക്കിയൊക്കെ ചെറുതുള്ള കേട്ടോ. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് ചാമ്പക്ക ഉപ്പും മുളകും വെളിച്ചെണ്ണയും സുറുക്കെല്ലാം ആക്കി നല്ല ഒഴിച്ച് അതങ്ങനെ ഇവിടെ ഇരുന്ന് തിന്നിട്ടാ. പിന്നെ അടിയാണ്, അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയ അടിയാണ്. പോലങ്ങാട്ടി ഇഷ്ടം എനിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനാണ് അധികവും തിന്നുക. ഓരങ്ങാട്ടി കൂടുതൽ തിന്നിട്ടോ. പിന്നെ നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചാമ്പക്കൊക്കെ തിന്ന്. ചാമ്പക്ക നല്ല രസമുണ്ടായിരുന്നു. കുക്കൊക്കെ കുറേ തിന്ന്. ഉമ്മക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഉമ്മയാണ് കുറേ തിന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത്, പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ആ ബിസ്ക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ പോയതാണ്. ചായ കുടിക്കാൻ വേണ്ടി പോയി. പിന്നെ ഞങ്ങൾ നേരത്തെ ചായ കുടിച്ചിരുന്നു. കുറച്ച് മുമ്പ് മിച്ചറും ചായയൊക്കെ കുടിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഓർക്ക് വേണ്ട വിചാരിച്ചിട്ടാണ്.
അപ്പം അതെന്താ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ പോയില്ല അയൽവാസി, ഓര് തന്ന മധുരക്കിഴങ്ങാണ്. അപ്പം ഉമ്മച്ചി ഉണ്ടായിരുന്നു അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് റെഡിയാക്കണം. കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലിൽ റെഡി ആവുമല്ലോ. അപ്പോൾ അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് നല്ലതാണ്, നല്ല വിറ്റാമിൻ, എല്ലാ വിറ്റാമിനും ഉള്ള സംഭവം അല്ലേ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റും ചായയും എടുത്തതാ ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നു. നല്ല മഴ വരുന്നുണ്ട്. അമ്പുടോ സൂപ്പറായിക്കണേ. എൻ്റെ കുട്ടി കുളിച്ച് ബനിയനൊക്കെ ഇട്ട് മുണ്ടൊക്കെ മാറ്റി ഫ്രഷ് ആയിക്കുക ചായ കുടിക്കാൻ. വാ ചായ കുടിക്കാമല്ലോ. നല്ല മഴ വരുന്നുണ്ട് ഗൈസ്, മൂടിക്കണേ. അപ്പം ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ തിന്ന്. അപ്പോൾ ഉമ്മ തിന്നണ കാട്ടി അപ്പം ഞങ്ങൾ ഓടി വന്നിട്ട് ഉമ്മ തിന്നണ കാട്ടി കുറേ ഞങ്ങളൊക്കെ തിന്ന്. പിന്നെ ഞാനെന്തൊക്കെ അഭ്യാസങ്ങളൊക്കെ കളിച്ച്. പിന്നെ കുക്കു ചായ എന്തൊക്കെയോ ഇങ്ങനെ ആക്കി തിന്നുന്നുണ്ട്. അവളവിടെ ഇങ്ങനെ ഷാളും കൊണ്ട് കളിക്കുക. അപ്പം ഞങ്ങൾ പിന്നെ കുറേ ചായയൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് അപ്പം എല്ലാവരും ഞങ്ങളെ വീഡിയോ മുഴുവനായി കാണുക. ടാറ്റ ബൈ ബൈ, സി യു.